ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഹണി ഗ്ലേസ്ഡ് ചിക്കൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1/2 ടീസ്പൂൺ സോയ സോസ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ സാദാ ചില്ലി പൗഡർ. ഇത്രയും ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ ഒരു 200 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടി ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് വെക്കണം. ഇവിടെ നമുക്ക് ലെമൺ ജ്യൂസിന് പകരം വിനാഗിരി ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നിങ്ങളൊരു 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയില്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതി. എന്നാൽ മാത്രമേ ഈ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ട്. അങ്ങനെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാനിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഡിഷിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അധിക സമയം നിർത്തില്ല. പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് ഫ്രൈ ആയി കിട്ടും. പിന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ അധികം ഹാർഡായി പോവാതെ ശ്രദ്ധിക്കണം. കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമ്മളൊരു സ്പെഷ്യൽ സോസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് മിക്സ് ചെയ്യും. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് അത് നന്നായി ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. ആദ്യമായിട്ട് 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ചിക്കൻ പീസ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യും വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആയിട്ടുള്ള ഹണി ഗ്ലേസ്ഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു സ്റ്റാർട്ടറൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ഡിഷാണിത്. നമുക്ക് വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഡിഷാണിത്. നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.